കേരള പോലീസിന്റെ മുന്നറിയിപ്പ്. ജാഗ്രത പാലിക്കുക. പ്രിയപ്പെട്ടവരെ, അർദ്ധരാത്രി 2-ന്റെയും 4-ന്റെയും ഇടയിലാണ് കവർച്ച നടക്കുന്നത്. മാരകായുധങ്ങളുമായി സംഘടിതമായി വരുന്ന കവർച്ചക്കാരുടെ അടുത്ത ഇര നമ്മളാവാതിരിക്കാൻ പോലീസ് പറയുന്ന ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് ഗുണം ചെയ്തേക്കാം. കവർച്ച നടന്ന എല്ലാ വീടുകളിലും അടുക്കള വാതിൽ തകർത്താണ് അകത്ത് കയറിയിരിക്കുന്നത്. വാതിലിന്റെ എല്ലാ ലോക്കും ഭദ്രതയും ഉറപ്പും ഉള്ളതാക്കുകയും ലോക്ക് ചെയ്തെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. എല്ലാ വാതിലുകളും അടയ്ക്കുകയും താക്കോൽ ഉപയോഗിച്ച് പൂട്ടുക. വാതിലിന്റെ പുറകിൽ ഇരുമ്പിന്റെ പട്ട പിടിപ്പിച്ചാൽ കൂടുതൽ സുരക്ഷ ലഭിക്കും. അടുക്കള ഭാഗത്തും മറ്റു 2 ഭാഗങ്ങളിലും ലൈറ്റ് ഓഫാക്കാതിരിക്കുക. അപരിചിതരായ സന്ദർശകർ, പിരിവുകാർ, യാചകർ, പുതപ്പ് പോലുള്ളവ വിൽക്കുന്ന കച്ചവടക്കാർ, പ്രാദേശിക വഴികളിലൂടെ ബൈക്കിലോ മറ്റോ വാഹനങ്ങളിലോ സംശയാസ്പദമായ രീതിയിൽ സഞ്ചരിക്കുന്നവർ തുടങ്ങിയവരെ വളരെ ശ്രദ്ധിക്കുക. കവർച്ചക്കാർക്ക് ഉപയോഗപ്രദമാവുന്ന ഉപകരണങ്ങൾ, ആയുധങ്ങൾ എന്നിവ വീട്ടിൽ അവർക്ക് കിട്ടാത്ത രീതിയിൽ സുരക്ഷിതമാക്കി വെക്കുക. കൂടുതൽ ആഭരണങ്ങൾ അണിയാതിരിക്കുകയും പണം, ആഭരണം തുടങ്ങിയവ അലിമാര, മേശ പോലുള്ളവയിൽ സൂക്ഷിക്കാതിരിക്കുകയും ചെയ്യുക. കവർച്ച നടന്നാൽ ഉടൻ മറ്റുള്ളവരെ അറിയിക്കുക. സംഘടിതമായി ഒരേ സമയം അന്വേഷണം നടത്തുക. പോലീസ് വരുന്നതിന് മുൻപ് കവർച്ച നടന്ന മുറി, വാതിൽ, അവർ ഉപയോഗിച്ച വസ്തുക്കൾ എന്നിവ തൊടാതിരിക്കുക. തെളിവ് നഷ്ടപ്പെടും. വലിയ സമ്പാദ്യമുള്ളവർ CCTV ക്യാമറ സ്ഥാപിക്കുക. കവർച്ച ശ്രമം നടന്നാൽ ആയുധവും വെളിച്ചവും ഇല്ലാതെ ഒറ്റയ്ക്ക് പുറത്തിറങ്ങാതിരിക്കുക. രാത്രി മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫാക്കാതിരിക്കുക. ഇത്തരം കാര്യങ്ങൾ നിസ്സാരമാണെന്ന് തോന്നുമെങ്കിലും ഇരകളായി തീർന്നാൽ ഗൌരവമായി തീരും. ഇന്നത്തെ ഇര നാം ആകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും ഈ വിവരം മറ്റുള്ളവരിലേക്കും എത്തിക്കുകയും ചെയ്യുക. നിങ്ങളുടെ നാട്ടിലോ ടൌണിലോ മറ്റോ പുതുതായി അപരിചിതരോ അന്യസംസ്ഥാനക്കാരോ വാടകയ്ക്ക് താമസിക്കുന്നുണ്ടെങ്കിൽ അവരെക്കുറിച്ചുള്ള വിവരം അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക. പകൽ പുറത്തിറങ്ങാതെ റൂമിൽ കഴിയുന്നവരെയും ആഡംബര ജീവിതം നയിക്കുന്നവരെയും നിരീക്ഷിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ഈ സന്ദേശം ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് നൽകുക. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.